ഹായ് ഡിയേഴ്സ്, ഇന്ന് നാം പഠിച്ചെടുക്കാനായി പോകുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 9ാമത്തെ പാഠമാണ്. ബഹിരാകാശം, വിസ്മയങ്ങളുടെ ലോകം. ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള വിശാലമായ ശൂന്യപ്രദേശമാണ് ബഹിരാകാശം. ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള വിശാലമായ ശൂന്യപ്രദേശം ഏതാണ്? ബഹിരാകാശം. ഭൂമിയുടെ ഗോളാകൃതി ആദ്യമായി നേരിൽ കാണാൻ അവസരം ലഭിച്ച വ്യക്തി ആര്? ഭൂമിയുടെ ഗോളാകൃതി ആദ്യമായി നേരിൽ കാണാൻ അവസരം ലഭിച്ച വ്യക്തിയാണ് യൂറി ഗഗാറിൻ. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ വ്യക്തി ആര്? യൂറി ഗഗാറിൻ. യൂറി ഗഗാറിൻ ബഹിരാകാശ യാത്ര നടത്തിയത് 1961 ഏപ്രിൽ 12-നാണ്. 1961 ഏപ്രിൽ 12-ന് വോസ്റ്റോക്ക് 1 എന്ന ബഹിരാകാശ പേടകത്തിൽ ആണ് ബഹിരാകാശ യാത്ര നടത്തിയത്. വോസ്റ്റോക്ക് 1 എന്ന ബഹിരാകാശ പേടകത്തിൽ. നമ്മുടെ യൂറി ഗഗാറിൻ റഷ്യക്കാരനാണ്. നോട്ട് ചെയ്യാം. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏത്? ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത്? ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമാണ് സ്പുട്നിക് 1. സ്പുട്നിക് 1 ആണ് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം. 1957 ഒക്ടോബർ 4-ന് സോവിയറ്റ് യൂണിയനാണ് വിക്ഷേപിച്ചത്. 1957 ഒക്ടോബർ 4-ന് സോവിയറ്റ് യൂണിയനാണ് വിക്ഷേപിച്ചത്. അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് എപ്പോൾ? അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് ഒക്ടോബർ 4 മുതൽ 10 വരെയാണ്. ഒക്ടോബർ 4 മുതൽ 10 വരെയാണ്. ഏത് ഉടമ്പടിയുടെ ഓർമ്മയ്ക്കായാണ് ബഹിരാകാശ വാരാചരണം നടക്കുന്നത്? 1957 ഒക്ടോബർ 10-ലെ അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി പ്രകാരമാണ്. 1957 ഒക്ടോബർ 10-ലെ അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെ ഓർമ്മയ്ക്കായാണ് ബഹിരാകാശ വാരാചരണം നടക്കുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി ഏത്? ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ISRO. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത്? ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമാണ് ആര്യഭട്ട. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം സ്പുട്നിക് 1 ആണ്. എന്നാൽ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ആര്യഭട്ട വിക്ഷേപിച്ചത് 1975. 1975. അമേരിക്ക ആദ്യമായി ഉപഗ്രഹ വിക്ഷേപണം നടത്തിയത് എന്ന്? അമേരിക്ക ആദ്യമായി ഉപഗ്രഹ വിക്ഷേപണം നടത്തിയത് 1958-ലാണ്. ഉപഗ്രഹ വിക്ഷേപണമാണ്. നോട്ട് ചെയ്യുക. 1958 എക്സ്പ്ലോറർ 1 എന്നതായിരുന്നു ഉപഗ്രഹത്തിന്റെ പേര്. അമേരിക്ക ആദ്യമായി ഉപഗ്രഹ വിക്ഷേപണം നടത്തിയത് 1958-ലാണ്. എക്സ്പ്ലോറർ 1 എന്നതായിരുന്നു ഉപഗ്രഹത്തിന്റെ പേര്. ബഹിരാകാശത്ത് എത്തിയ ആദ്യ ജീവി ഏത്? ബഹിരാകാശത്ത് എത്തിയ ആദ്യ ജീവിയാണ് ലൈക്ക എന്ന നായ. 1957 സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലാണ് ലൈക്ക എന്ന നായി ബഹിരാകാശത്ത് എത്തിയത്. ബഹിരാകാശ പഠനത്തിനായി കൃത്രിമോപഗ്രഹങ്ങളെയും മനുഷ്യനെയും ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനങ്ങൾ ഏത്? ബഹിരാകാശ പഠനത്തിനായി കൃത്രിമോപഗ്രഹങ്ങളെയും മനുഷ്യനെയും ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനങ്ങളാണ് റോക്കറ്റുകൾ. റോക്കറ്റുകൾ. മനുഷ്യൻ ഇന്നുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും വലിയ റോക്കറ്റ് ഏതാണ്? മനുഷ്യൻ ഇന്നുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും വലിയ റോക്കറ്റാണ് സാറ്റേൺ 5. അമേരിക്കയുടെ സാറ്റേൺ 5. ലോകത്തിലെ ഏറ്റവും വലിയ റോക്കറ്റ് ഫാൽക്കൺ ഹെവിയാണ്. ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സംരംഭമായ സ്പേസ് എക്സ് ആണ് ഫാൽക്കൺ ഹെവി നിർമ്മിച്ചത്. അതിവിടെ പറയാനുണ്ടായ കാര്യം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ SCERT ടെക്സ്റ്റ് ബുക്കിൽ മനുഷ്യൻ ഇന്നുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും വലിയ റോക്കറ്റ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആൻസർ കൊടുത്തിരിക്കുന്നത് സാറ്റേൺ 5 ആണ്. പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ഉത്തരം അതൊന്ന് നോട്ട് ചെയ്യാം. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മ
ബഹിരാകാശ യാത്ര നടത്തിയത് 1984 ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വനിത കൽപ്പന ചൗളയാണ്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വനിത ചോദിച്ചാൽ അത് കൽപ്പന ചൗളയാണ്. അമേരിക്കയുടെ കൊളംബിയ സ്പേസ് ഷട്ടിൽ തകർന്ന് അന്തരിച്ചത് നമ്മുടെ കൽപ്പന ചൗളയാണ്. നോട്ട് ചെയ്യാം. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ഇന്ത്യൻ വംശജ, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ നടന്ന ഇന്ത്യൻ വംശജ എന്നീ റെക്കോർഡുകൾ സ്വന്തമാക്കിയ വ്യക്തി ആര്? ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ഇന്ത്യൻ വംശജ, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ നടന്ന ഇന്ത്യൻ വംശജ എന്നീ റെക്കോർഡുകൾ സ്വന്തമാക്കിയത് സുനിത വില്യംസ് ആണ്. സുനിത വില്യംസ്. ബഹിരാകാശം കറുത്ത നിറത്തിൽ കാണപ്പെടുവാൻ കാരണം എന്ത്? ബഹിരാകാശം കറുത്ത നിറത്തിൽ കാണപ്പെടുവാൻ കാരണം വായു ഇല്ലാത്തതിനാലാണ്. വായു ഇല്ലാത്തതിനാൽ. മനുഷ്യൻ കാലുകുത്തിയ ഏക അന്യ ആകാശഗോളം ഏത്? മനുഷ്യൻ കാലുകുത്തിയ ഏക അന്യ ആകാശഗോളമാണ് ചന്ദ്രൻ. മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയ ദിവസം 1969 ജൂലൈ 21. 1969 ജൂലൈ 21. നീൽ ആംസ്ട്രോങ് ഒന്നാമതായും എഡ്വിൻ ബസ് ആൽഡ്രിൻ രണ്ടാമതായും ചന്ദ്രനിൽ കാലുകുത്തി. നീൽ ആംസ്ട്രോങ് ഒന്നാമതായും എഡ്വിൻ ബസ് ആൽഡ്രിൻ രണ്ടാമതായും ചന്ദ്രനിൽ കാലുകുത്തി. മൈക്കൽ കോളിൻസ് എന്ന ചാന്ദ്ര ദൗത്യത്തിലെ മൂന്നാമത്തെ സഞ്ചാരി ആ സമയം ബഹിരാകാശ വാഹനം നിയന്ത്രിച്ചുകൊണ്ട് ചന്ദ്രന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുകയായിരുന്നു. 3 പേരാണ് ആദ്യമായി പോയത്. ആദ്യം കാലുകുത്തിയത് നീൽ ആംസ്ട്രോങ്ങും രണ്ടാമതായി കാലുകുത്തിയത് എഡ്വിൻ ബസ് ആൽഡ്രിനുമാണ്. എന്നാൽ മൈക്കൽ കോളിൻസ് ബഹിരാകാശ വാഹനം നിയന്ത്രിച്ച വ്യക്തിയാണ്. 1969 ചാന്ദ്ര ദൗത്യത്തിലെ ബഹിരാകാശ വാഹനം ഏത്? അപ്പോളോ 11. ചാന്ദ്രദിനം എന്നാണ് ആചരിക്കുന്നത്? ജൂലൈ 21 ചാന്ദ്രദിനം. അമേരിക്കയുടെ നേതൃത്വത്തിൽ ആകെ എത്ര തവണ മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്? അമേരിക്കയുടെ നേതൃത്വത്തിൽ മനുഷ്യൻ ചന്ദ്രനിൽ 6 തവണ ഇറങ്ങിയിട്ടുണ്ട്. ആകെ 12 മനുഷ്യരാണ് ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുള്ളത്. വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികൾ ഇമ്പോർട്ടൻ്റ് ആണ്. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയാണ് നാസ. ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയാണ് ISRO. യൂറോപ്പിന്റെ ബഹിരാകാശ ഏജൻസിയാണ് ESA. യൂറോപ്പിന്റെ ബഹിരാകാശ ഏജൻസി ESA. ജപ്പാന്റെ ബഹിരാകാശ ഏജൻസി JAXA. റഷ്യയുടെ ബഹിരാകാശ ഏജൻസി RSA. ചൈനയുടെ ബഹിരാകാശ ഏജൻസി CNSA. അമേരിക്കയുടെയും ഇന്ത്യയുടെയും നമുക്കറിയാം. അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസി നാസ, ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി ISRO. യൂറോപ്പിന്റെ ഫസ്റ്റ് ലെറ്റർ E ആണ് വരുന്നത്. യൂറോപ്പിന്റെ ബഹിരാകാശ ഏജൻസി ESA. ജപ്പാന്റെ ബഹിരാകാശ ഏജൻസി, ജപ്പാന്റെ ഫസ്റ്റ് ലെറ്റർ J ആണ് വരുന്നത്, JAXA. റഷ്യയുടെ ബഹിരാകാശ ഏജൻസി, റഷ്യയുടെ ഫസ്റ്റ് ലെറ്റർ R ആണ് വരുന്നത്, RSA. ചൈനയുടെ ബഹിരാകാശ ഏജൻസി, ചൈനയുടെ ഫസ്റ്റ് ലെറ്റർ C ആണ് വരുന്നത്, CNSA. കണക്ട് ചെയ്ത് പഠിക്കുക. ചന്ദ്രനിൽ ഇറങ്ങുന്നതിനായി മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച നാസയുടെ വാഹനം ഏത്? ചന്ദ്രനിൽ ഇറങ്ങുന്നതിനായി മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച നാസയുടെ വാഹനമാണ് അപ്പോളോ 11. ആദ്യ ചന്ദ്രയാത്രയിലെ അപ്പോളോ 11 എന്ന വാഹനം നിയന്ത്രിച്ചത് ആരാണ്? മൈക്കൽ കോളിൻസ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികൾക്ക് തുടക്കമിട്ടത് ആര്? ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികൾക്ക് തുടക്കമിട്ടത് വിക്രം സാരാഭായി ആണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികൾക്ക് തുടക്കമിട്ട വിക്രം സാരാഭായി തന്നെയാണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. വാർത്താവിനിമയത്തിന് നാം ആശ്രയിക്കുന്ന ഉപഗ്രഹങ്ങൾ ഏതാണ്? വാർത്താവിനിമയത്തിന് നാം ആശ്രയിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഇൻസാറ്റുകൾ. ഭൂവിഭവ പഠനം, കാലാവസ്ഥാ പഠനം എന്നീ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങൾ ഏത്? ഭൂവിഭവ പഠനം, കാലാവസ്ഥാ പഠനം എന്നീ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് IRS ഉപഗ്രഹങ്ങൾ.
IRS ഉപഗ്രഹങ്ങൾ, ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ്സ് ആണ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി നാം ഉപയോഗിക്കുന്ന ഉപഗ്രഹം ഏത്? വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി നാം ഉപയോഗിക്കുന്ന ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ്. എഡ്യൂസാറ്റിന്റെ സഹായത്തോടെ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി തയ്യാറാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ചാനൽ ഏത്? എഡ്യൂസാറ്റിന്റെ സഹായത്തോടെ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി തയ്യാറാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ചാനലാണ് വിക്ടേഴ്സ്. ചന്ദ്രപര്യവേഷണ പദ്ധതി ഇന്ത്യയുടെ ചന്ദ്രപര്യവേഷണ പദ്ധതി ഏത്? ഇന്ത്യയുടെ ചന്ദ്രപര്യവേഷണ പദ്ധതിയാണ് ചന്ദ്രയാൻ. ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രദൗത്യം ഏത്? ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ്? 2008 ഒക്ടോബർ 22 ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 2 നമ്മുടെ റീസെൻ്റ്ലി വിക്ഷേപിച്ചിട്ടുണ്ട്. നമുക്കത് സെപ്പറേറ്റ് തന്നെ പഠിച്ചെടുക്കാം. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22 ചന്ദ്രനിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ചന്ദ്രയാനാണ്. ചന്ദ്രനിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ചന്ദ്രയാനാണ്. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം ഏത്? ഇന്ത്യയുടെ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ. സൂര്യനെ നിരീക്ഷിക്കുന്നതിന് വിക്ഷേപിച്ച ഇന്ത്യൻ കൃത്രിമോപഗ്രഹം ഏത്? സൂര്യനെ നിരീക്ഷിക്കുന്നതിന് വിക്ഷേപിച്ച ഇന്ത്യൻ കൃത്രിമോപഗ്രഹമാണ് ആദിത്യ. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ നിന്നും ഇത്രയും പോയിന്റ്സുകളാണ് പഠിച്ചെടുക്കാനുള്ളത്. എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗം തന്നെയാണിത്. നോട്ട് ചെയ്ത് പഠിക്കുക. താങ്ക്